പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്ത് അനധികൃത മണ്ണെണ്ണ വിൽപ്പന വ്യാപകമാവുന്നു. തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന മണ്ണെണ്ണയുടെ വിൽപ്പന കേന്ദ്രമായി കേരളത്തിന്റെ തീരപ്രദേശ ഗ്രാമങ്ങൾ മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന മണ്ണെണ്ണ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ വീടുകളിലും കടകളിലും കൂടിയാണ് വിൽപ്പന നടത്തുന്നത്. ആലപ്പുഴയിൽ നിന്നും എത്തുന്ന വ്യാജ മണ്ണെണ്ണയും തീരപ്രദേശങ്ങളിൽ എത്തുന്നതായി മത്സ്യബന്ധന അധികൃതർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ വിഹിതത്തിന്റെ വിതരണം സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായപ്പോൾ കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കരിഞ്ചന്തകൾ വ്യാപകമാവുകയാണ്. കാരണം മണ്ണെണ്ണ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് മത്സ്യത്തൊഴിലാളികളെയാണ്. മത്സ്യഫെഡ് മുഖേന പ്രതിമാസം പെർമിറ്റ് ഒന്നിന് 140 ലിറ്റർ മുതൽ 190 ലിറ്റർ വരെയാണ് മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്നത്. എന്നാൽ ഈ വിഹിതം കൊണ്ട് പ്രതിമാസം 2 ദിവസം മാത്രമേ മത്സ്യബന്ധനം നടത്താൻ കഴിയൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒൻപതിന് 140, 25-ന് 190, രണ്ടും കൂടെ ചേർത്ത് 330 എണ്ണയോളം കിട്ടും. ഈ 330 എണ്ണ എത്ര ദിവസത്തേക്കും കൂടി ഇപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, അതിനപ്പുറം പോകില്ല. നമ്മളിവിടെ നിന്ന് പണിക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ 35 നാട്ടിക്കൽ 40 നാട്ടിക്കൽ ഉള്ളിലോട്ടാണ് നമ്മൾ പണിക്ക് പോകുന്നത്. ഇവർ 140 എണ്ണ തരുന്നത് 2 ദിവസത്തേക്ക് അരസ്റ്റിച്ച് തികയും. തീരദേശ ഗ്രാമങ്ങളിൽ കരിഞ്ചന്തകൾ വ്യാപകമായപ്പോൾ മത്സ്യഫെഡിനും കച്ചവടം കുറഞ്ഞു. പ്രതിദിനം 40,000 ലിറ്ററിലധികം മണ്ണെണ്ണ വിൽപ്പന നടന്നയിടത്ത് ഇന്നിപ്പോൾ 5,000 ലിറ്ററിൽ താഴെയായി ചുരുങ്ങി. തമിഴ്നാടുള്ള അനധികൃതമായിട്ടുള്ള മണ്ണെണ്ണയുടെ സുലഭമായിട്ട് വരുന്നുണ്ട്. സബ്സിഡിയോടെ വിൽക്കുന്നെങ്കിലും അത് തീരെ വില കുറച്ചാണ് കൊടുക്കുന്നത്, അനധികൃതമായിട്ട് വരുന്ന മണ്ണെണ്ണ. പിന്നെ ഈ ഒരുതരം എന്തോ വൈറ്റ് കറോസിൻ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു ടർപ്പൻ പോലത്തെ ഒരു സംഭവം വരണുണ്ട്. അത് ആലപ്പുഴ അങ്ങോട്ട് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ലൈസൻസോ ഇല്ലാതെയാണ് ഈ കരിഞ്ചന്തകളൊക്കെയും പ്രവർത്തിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന മണ്ണെണ്ണ വിൽപ്പന തടയേണ്ടുന്നതും കേസെടുക്കേണ്ടുന്നതുമായ ഉത്തരവാദിത്തമുള്ള താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറക്കം നടിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരം. സർക്കാരുകളെ കൊണ്ട് നമുക്ക് തരാൻ പറ്റാത്ത എണ്ണകൾ ബ്ലാക്കിൽ മറ്റും ജനങ്ങളുടെ കയ്യിൽ പോയി അവിടെ നിന്ന് നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയല്ല, കേരളത്തിലൊട്ട് മൊത്തത്തിലുള്ള മത്സ്യത്തൊഴിലാളി. തമിഴ്നാട് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും അവരെ പെർമിറ്റിൽ നിന്ന് എണ്ണ എടുത്തു വെച്ചിട്ട് നമ്മളടുത്ത് പറയും ഇങ്ങനെയാണ് എണ്ണ. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാർക്ക് ഇവിടുത്തെ പകുതി പൈസയും കൊടുക്കണ്ടാവും. കന്യാകുമാരി ജില്ലയിലെ മുട്ടം, നീരോടി, തേങ്ങാപ്പട്ടണം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും കര, കടൽ മാർഗങ്ങൾ വഴിയാണ് കേരളത്തിലെ തീരപ്രദേശ ഗ്രാമങ്ങളിൽ അനധികൃത മണ്ണെണ്ണ എത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വിഹിതം കൃത്യസമയത്ത് നൽകിയിരുന്നുവെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരിക്കലും അനധികൃത മണ്ണെണ്ണയെ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓക്കെ, ഇപ്പോൾ അരുണാണ് വിവരം നൽകിയത്. അരുൺ സോളമൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഇത് അതിർത്തി ഗ്രാമങ്ങളിൽ ഇത് സജീവമാണ് എന്ന് തോന്നുന്നു. മാത്രമല്ല, ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലും എടുക്കാതെയാണ് നിർബാധം ഈ വിൽപ്പന നടക്കുന്നത്. ഇതാരും കാണുന്നില്ലേ അരുൺ? അരുൺ, ഏറെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് നിലവിൽ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിലവിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്നും ഈ സബ്സിഡി മണ്ണെണ്ണ ധാരാളമായിട്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഒഴുകിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീരപ്രദേശങ്ങളിൽ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച. പല വീടുകളിലും പട്ടപ്പകൽ മണ്ണെണ്ണ ഇത്തരത്തിൽ വളരെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ അതിന് ഉത്തരവാദികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ മത്സ്യത്തൊഴിലാളികൾ 40 മുതൽ 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. കാരണം കടലിൻ്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള തീരപ്രദേശങ്ങളിൽ പണ്ട് കാലങ്ങളിൽ പോയ ദൂരത്തിലല്ല ഇന്ന് മത്സ്യബന്ധനം നടത്താനായിട്ട് മത്സ്യത്തൊഴിലാളികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷം മുൻപ് കൊടുത്ത അതേ മണ്ണെണ്ണയാണ് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മത്സ്യത്തൊഴിലാളി ഒരു ബോട്ടിന് പെർമിറ്റ് ഒന്നിന് 330 ലിറ്റർ
മണ്ണെണ്ണയാണ് നൽകുന്നത്. അതായത് ഒരു ബോട്ടിൽ 9ന്റെയും 25ന്റെയും 2 എഞ്ചിനുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് പുറംകടലിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ മത്സ്യബന്ധനത്തിനായി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 9ന്റേന് 140, 25ന് 190 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത്. അങ്ങനെ 330 ലിറ്റർ മണ്ണെണ്ണ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരമാവധി പോകാൻ കഴിയുന്നത് 2 ദിവസം മുതൽ 4 ദിവസം വരെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി 20 ദിവസം എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ പണിക്ക് പോകുമെന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ രീതിയിലുള്ള മണ്ണെണ്ണക്കടത്ത് വ്യാപകമാണ് അതിർത്തി ജില്ലകളിൽ.